പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് കോതി ആവിക്കൽ സമരസമിതിയും 2010 ആവിക്കൽ തോടിലും കോതിയിലും മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ 388 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. 2024 പദ്ധതി പിൻവലിച്ചുവെങ്കിലും കേസുകൾ ഇപ്പോഴും നിലനിൽക്കും. 2010 ആവിക്കൽ തോടിലും കോതിയിലും മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. 2022 പകുതിയോടെ ആവിക്കൽ തോടിലും കോതിയിലും സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷങ്ങൾ പതിവായിരുന്നു. ഇതിനിടെ സമരത്തിനു പിന്നിൽ വികസന വിരോധികളും തീവ്രവാദ ശക്തികളുമാണെന്നാരോപിച്ച് CPM രംഗത്ത് വന്നത് വിവാദത്തിനിടയാക്കി. ഇത് വലിയ ചർച്ചയ്ക്കും പ്രതിഷേധത്തിനുമിടയാക്കി. 388 പേർക്കെതിരെയാണ് അന്ന് സമരം ചെയ്തതിന് കേസെടുത്തത്. 3 ലക്ഷത്തിലേറെ പിഴയായി അവർ അടയ്ക്കേണ്ടിയും വന്നു. എന്നാൽ ജനകീയ സമരത്തെ അടിച്ചമർത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും CPMന് തിരിച്ചടിയായി. വർഷങ്ങളോളം നീണ്ടുനിന്ന സമരങ്ങൾക്കും നിയമ നടപടികൾക്കും ഒടുവിൽ 2024 ജൂലൈയിൽ ചേർന്ന കോർപ്പറേഷൻ കൌൺസിൽ കോതി ആവിക്കൽ പദ്ധതികൾ ഉപേക്ഷിക്കാൻ ഔദ്യോഗികമായി തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ഇന്നും കേസിന് പിന്നാലെ ഓടുകയാണ്. 388 ആളുകളുടെ പേരിൽ 18 ക്രൈം എടുത്തിട്ടുണ്ട്. അതിൽ ഇനിയും 6 കേസ് ബാക്കിയാണ്. ബാക്കി 12 കേസും 3,78,000 രൂപ കോടതിയിൽ ഫൈനായി ഞങ്ങൾ അടച്ചു. സമരസമിതി എല്ലാവരുടെ കയ്യിൽ നിന്നും 5ഉം 10 രൂപ വാങ്ങിയിട്ടാണ് 3,78,000 രൂപ കോടതിയിൽ അടച്ചിട്ടുള്ളത്. ഇനി ബാക്കി 64 ആളുടെ പേരിൽ വീണ്ടും കേസ് നിലനിൽക്കുകയാണ്. 6 കേസും ഇനിയും കോഴിക്കോട് കോടതിയിൽ നിലനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ സാർ പോലും ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ കോഴിക്കോട്ടെ ആവിക്കൽ തോട് സമരത്തിലുള്ള മുഴുവൻ കേസുകളും പിൻവലിക്കും, അതിൻ്റെ മെറിറ്റ് നോക്കിയിട്ട് മുഴുവൻ കേസുകളും പിൻവലിക്കുമെന്ന് പറഞ്ഞത്. വളരെ വൈകാതെ തന്നെ ആ കേസുകളൊക്കെ പിൻവലിക്കുമെന്നാണ് നമ്മുടെ പ്രദേശത്തുള്ള ജനങ്ങളുടെ വിശ്വാസം. അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്, ഉറച്ചു നിൽക്കുകയാണ്. കേരയിൽ പദ്ധതി റദ്ദാക്കലും കേസ് പിൻവലിക്കലും നടന്നതോടെ കോതി ആവിക്കൽ തോട് സമരകാര്യത്തിലും പുതിയ സർക്കാർ അനുകൂല തീരുമാനമെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി. അമൃത ന്യൂസ്, കോഴിക്കോട്.